ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് നോക്കാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നോക്കാം. 1798 മുതൽ 1810 വരെ. ഏതാണ് കാലഘട്ടം? 1798 മുതൽ 1810 വരെയാണ്. പിന്നെ തിരുവിതാംകൂറിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധികാരത്തിൽ കയറിയ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏകദേശം ഒരു 16 വയസ്സിൽ അദ്ദേഹം അധികാരത്തിലേറിയിട്ടുണ്ട്, അതായത് രാജാവായിട്ടുണ്ട് ആൾ. തിരുവിതാംകൂർ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ദുർബലനായിട്ടുള്ള രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഏറ്റവും ദുർബലനായ രാജാവായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കടന്നുകയറ്റം ഏറ്റവും കൂടുതലായി നടന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. അതായത് ബ്രിട്ടീഷ് കടന്നുകയറ്റം ഏറ്റവും കൂടുതലായി നടന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച സ്ഥലത്ത് അവരുടെ അധികാരം, അതായത് ഭരണകാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തും ആ സ്ഥലത്തേക്ക്. അങ്ങനെ ഏർപ്പെടുത്തുന്ന ആളാണ് റെസിഡൻ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ റെസിഡൻ്റ് ആയിരുന്നു മെക്കാളെ. കേണൽ മെക്കാളെ ആയിരുന്നു തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻറ്റ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്ത് ഭരണത്തിൻ്റെ കടിഞ്ഞാൺ നിയന്ത്രിച്ചിരുന്നത് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ശങ്കരനാരായണൻ ചെട്ടിയും മാത്തുത്തരകനും കൂടിയായിരുന്നു. ഇവരാണെങ്കിൽ വളരെ മോശം ഭരണം കാഴ്ചവെച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇവരുടെ ഭരണത്തിൽ പ്രതിഷേധിച്ചാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായി അധികാരത്തിലേറിയത്. വേലുത്തമ്പി ദളവയാണ് തിരുവിതാംകൂറിലെ ഹജൂർ കച്ചേരി, സഞ്ചരിക്കുന്ന കോടതി എന്നിവ സ്ഥാപിച്ചത്. വിദേശ ഭരണത്തിനെതിരെ 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തി. ഇതിനുശേഷം നടന്ന കൊല്ലം യുദ്ധത്തിൽ വേലുത്തമ്പി ദളവയുടെ സൈന്യം പരാജയപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തതിനാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് വേലുത്തമ്പി ദളവയോട് ഒരു ഇഷ്ടക്കേടുണ്ടായി. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ഒരു സന്ധിയിലേർപ്പെടുകയും വേലുത്തമ്പി ദളവയെ രാജദ്രോഹിയായി പ്രഖ്യാപിച്ച് നാട് കടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം അധികാരത്തിലേറിയ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയെ തടവിലാക്കാൻ ഉത്തരവിട്ടു. 1809 ഏപ്രിലിൽ ഇദ്ദേഹം വേലുത്തമ്പി ദളവ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ ആയി. ഇങ്ങനെ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിലായത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. 1810 ബാലരാമവർമ്മ അന്തരിച്ചു. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കേൾക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.